നമസ്കാരം സുഹൃത്തുക്കളെ, കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് സിലബസിൽ, നമുക്കറിയാം നമ്മുടെ ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞാൽ 100 മാർക്കിന്റെ സിലബസിൽ നമുക്ക് വന്നിട്ടുള്ള പരീക്ഷയായിരുന്നു നമ്മുടെ 7/2025 കോഡിൽ അല്ലേ, ഏതാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പരീക്ഷ. അപ്പൊ നമ്മുടെ പുതിയ സിലബസിൽ വന്നിട്ടുള്ള സഹകരണ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കൂടെ എങ്ങനെയാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും കുട്ടികളോട് പറയാറുണ്ട്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തേ പറ്റൂ. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾ സാറേ എഴുതി വായിച്ചു പഠിച്ചു, ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ മാത്രം പഠിച്ചു പോവുകയല്ല ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന അർത്ഥമാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതിനെ കീറി മുറിച്ച് നമുക്ക് പഠിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അതിനെ കീറി മുറിച്ച് പഠിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ പഠിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ വന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എ ചാർജ് ഓൺ ലാൻഡ് ക്രിയേറ്റഡ് ആസ് പെർ സെക്ഷൻ 36 shall become invalid if majority of members of the society are agriculturists. അതായത് നമ്മൾ വകുപ്പ് 36 പ്രകാരം ലാൻഡ് സ്ഥലത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാർജ് ഉണ്ടല്ലോ, ആ ചാർജ് ഇൻവാലിഡ് ആകുന്നു അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ലാത്ത സാഹചര്യം ഏതാണ്? ആദ്യം പറയാണ്, ആ സംഘത്തിലെ മജോറിറ്റി ഓഫ് മെമ്പർ, ആ സംഘത്തിലെ കൂടുതൽ അംഗങ്ങളും കൃഷിക്കാരാണെങ്കിൽ അത് ഇൻവാലിഡ് ആണെന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡ് ആണെന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് ബൈ ദ സബ് രജിസ്ട്രാർ ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആണെന്ന് പറയുന്നു. നാലാമത് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആവുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് സെക്ഷൻ 36 എന്താണെന്ന് നോക്കാം. എന്താണ് 36 പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് സെക്ഷൻ 36 ഉൾപ്പെടുന്നത്. എവിടെയാണ് മക്കളെ ആ പ്രിവിലേജ് കേട്ടോ? നമ്മൾ KCS ആക്ടിലെ ചാപ്റ്റർ 5 ഇതിനെക്കുറിച്ച് പറയുന്നത്. KCS ആക്ടിലെ ചാപ്റ്റർ 5 ആ പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സംഘത്തിന് എപ്പോഴാണ് പ്രിവിലേജ്, ചാപ്റ്റർ 5 പ്രകാരമുള്ള പ്രിവിലേജ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, ആ സംഘം സംസ്ഥാന സഹകരണ യൂണിയൻ അല്ലെങ്കിൽ ഓർത്ത് നോക്കുക, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സംഘത്തിന് പ്രിവിലേജ് ലഭിക്കുകയുള്ളൂ. കാരണം ഫസ്റ്റ് ചാർജ് ഓൺ സൊസൈറ്റി, ഒരു സംഘത്തിൽ നിന്ന് ഒരാൾ ലോൺ എടുക്കുകയാണെങ്കിൽ, ഒരു ലോൺ എടുത്തിട്ട് പശുവിനെ മേടിക്കുകയാണെങ്കിൽ ആ ലോണും അതിന്റെ പലിശയും തിരിച്ച് അടച്ച് തീർക്കുന്നത് വരെ ആ പശുവിനുള്ള അധികാരം ആ സംഘത്തിനാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 31, ഫസ്റ്റ് ചാർജ് ഓൺ സൊസൈറ്റി ഓൺ സർട്ടൻ കേസസ്. ഇപ്പൊ കന്നുകാലികളെ മേടിക്കുക, അല്ലെങ്കിൽ അവയ്ക്കുള്ള ഫുഡ് അല്ലെ, എന്താ പറയുക, ഫോർഡർ ഫോർ ക്യാറ്റിൽ, കാലിത്തീറ്റ. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ സംഘത്തിൽ നിന്ന് ലോൺ എടുത്താണ് മേടിക്കുന്നതെങ്കിൽ അത് അടച്ചു തീർക്കുന്നവരെ, ആ ലോൺ അടച്ചു തീർക്കുന്നവരെ, ഒരു പശുവിനെ ഞാൻ പശുവിനെ മേടിക്കുന്നു വിചാരിക്കുക, സംഘത്തിൽ നിന്ന് ലോൺ എടുത്താണ് പശുവിനെ മേടിക്കുന്നതെങ്കിൽ ആ ലോണിന്റെ മുതലും പലിശയും ഞാൻ അടച്ചു തീർക്കുന്നത് വരെ ഈ പശുവിൽ, ഞാൻ വാങ്ങിയ പശുവിൽ എന്നേക്കാൾ കൂടുതൽ അവകാശം ഈ ആർക്കാണ്? സംഘത്തിനാണെന്നാണ് സെക്ഷൻ 35 പറയുന്നത്. ഇനി 36 പറയാണ്, ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ബോറോയിങ് ലോൺ ഫ്രം സൊസൈറ്റി. അപ്പൊ ഇപ്പൊ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, എനിക്കൊരു കുറച്ച് സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ സ്ഥലം സംഘത്തിൽ പണയപ്പെടുത്തി ലോൺ എടുക്കുകയാണ്. ആ സ്ഥലം സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഈടാക്കിക്കൊണ്ട് സംഘത്തിൽ കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേടിക്കുകയാണ്, കുറച്ച് ലോൺ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്ഥലത്തിൽ എനിക്കുള്ള അവകാശം ഞാൻ സംഘത്തിന്റെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, ഈ ലോണിന്റെ മുതലും പലിശയും അടച്ച് തീർക്കുന്നത് വരെ ഈ സ്ഥലത്തില് അല്ലെ, അതായത് ഞാൻ ഈട് വെച്ച സ്ഥലത്തിൽ എന്നേക്കാൾ കൂടുതൽ അവകാശം സംഘത്തിനാണെന്ന് എഴുതി കൊടുക്കുകയാണെന്നാണ് സെക്ഷൻ 36 പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജിന് എപ്പോഴാണ് അത് ഇൻവാലിഡ് ആകുക എന്നാണ് ചോദ്യം. എപ്പോഴാണ് അത് ഇൻവാലിഡ് ആകുക? ഓർത്ത് വെച്ചേക്കുക, നമ്മൾ ഇത് സബ് രജിസ്റ്റേർഡ് ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആകും. ഓക്കെ, സഹകരണ രജിസ്ട്രാർ അല്ല, സബ് രജിസ്ട്രാർ ഓഫീസിൽ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തെങ്കിലേ അതിൽ ആ ഒരു നോട്ടിങ് കാണിക്കുകയുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നാളെ ഇപ്പം ഞാൻ അതായത് ഞാൻ ഒരു സംഘത്തിൽ പണയം വെച്ച സ്ഥലം എനിക്ക് നാളെ വിക്രയം ചെയ്യാൻ പറ്റത്തില്ല.
ഓക്കെ. അതായത് എന്തുകൊണ്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്ത് പോവാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്യും. നാളെ ഇത് വിൽക്കാൻ നോക്കുമ്പോൾ പറയും ഇന്ന സംഘത്തിലേക്ക് ഇവൻ ഇത്ര രൂപ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഇത് ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാണിക്കത്തില്ല, ബാധ്യത കാണിക്കത്തില്ലേ. അങ്ങനെ ബാധ്യത കാണിക്കണം എന്നുണ്ടെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ അത് രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് ബൈ ദ സബ് രജിസ്ട്രാർ. സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത നല്ലൊരു ചോദ്യമാണ്. If a central society which maintains subsidiary state partnership fund wound up all money in the credit shall be transferred to ഓപ്ഷൻ എയിൽ പറയുന്നു അപ്പെക്സ് സൊസൈറ്റി, ഓപ്ഷൻ ബിയിൽ പറയുന്നു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഓപ്ഷൻ സിയിൽ പറയുന്നു ഗവൺമെന്റ്, ഓപ്ഷൻ ഡി പറയുന്നു ഐദർ എ ഓർ സി. എന്താണ് ഇവിടെ സംഭവം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് പറയുന്നത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ചാപ്റ്ററിലാണ്. ഏതാണ് മക്കളെ? ആ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എയ്ഡ് എന്ന് പറഞ്ഞാൽ സഹായമാണ്. അതായത് ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് സഹകരണ സംഘങ്ങൾക്ക് സഹായം നൽകുക, സാമ്പത്തികപരമായിട്ടുള്ള സഹായം നൽകുക, അല്ലെങ്കിൽ സഹായം നൽകുക എന്ന് ഓർത്ത് വെച്ചേക്കുക. പല രീതിയിൽ സഹായം നൽകാം. അതിനാണ് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഏകദേശം സെക്ഷൻ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വകുപ്പ് 42 മുതൽ വകുപ്പ് 54 വരെ പഠിക്കാനുണ്ട് കേട്ടോ. സെക്ഷൻ 42 മുതൽ 54 വരെ പഠിക്കാനുണ്ട്. അപ്പൊ അതിലാദ്യം പറയുന്നതാണ് സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. അതായത് ഒരു സഹകരണ സംഘത്തിൽ ഗവൺമെന്റ് എങ്ങനെയാണ് നേരിട്ട് പങ്കാളിയാകുക എന്നാണ് ഒന്നാമത്തെ ആ ഒരു സെക്ഷൻ 42 പറയുന്നത്. മറ്റൊന്നുമില്ല, ഗവൺമെന്റ് ഒരു സംഘത്തിൽ പോയി ഷെയർ നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അവിടെ ഡയറക്റ്റ് പങ്കാളിയാകുന്നു എന്ന് സെക്ഷൻ 42 പറയുന്നു. പിന്നെ അവരുടെ പറയുന്നുണ്ട് ഗവൺമെന്റിന് സാധാരണക്കാർക്ക് കിട്ടുന്ന അതേ ഡിവിഡൻഡേ കിട്ടാൻ അർഹതയുള്ളൂ. അല്ലാതെ ഞാൻ ഗവൺമെന്റ് ആണ് എനിക്ക് കൂടുതൽ ഡിവിഡൻഡ് വേണമെന്ന് ഗവൺമെന്റ് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണക്കാരന് കൊടുക്കുന്ന അതേ ആ ഒരു ഡിവിഡൻഡ് തന്നെ ഗവൺമെന്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ. സെക്ഷൻ 42 പറയുന്നുണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് പാർട്ണർ എന്നാണ് സെക്ഷൻ 43 പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പൈസ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നേരെ ഇങ്ങനെ അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കും. എന്നിട്ട് ഈ അപ്പെക്സ് സംഘത്തിനെ കൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കും കേട്ടോ. അതിനാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് നേരിട്ട് ഷെയർ മേടിച്ചാൽ ഡയറക്റ്റ് പാർട്ണർ, ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് ആ അപ്പെക്സ് സംഘത്തിനെ കൊണ്ട് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്. ഇനി ഇങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അപ്പെക്സ് സംഘത്തിന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് അപ്പെക്സ് സംഘം ഒരു എന്താ പറയുക ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. മലയാളത്തിൽ മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്നൊക്കെ പറയും. മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഈ മുഖ്യ പങ്കാളിത്ത ഫണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഈ അപ്പെക്സ് സംഘം എന്ത് ചെയ്യും? തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പൈസ കൊടുക്കും അല്ലെ. എന്തിനാന്ന് ചോദിച്ചാൽ പ്രൈമറി സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പൈസ കൊടുക്കും. ഓക്കെ. ആ ഫണ്ട് കൊണ്ട് സെൻട്രൽ സംഘം രൂപീകരിക്കുന്ന ഫണ്ടാണ് എന്ന് പറയുക സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. മക്കളെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇത് മണിക്കൂറുകൾ എടുത്ത് പഠിക്കേണ്ടതാണ്. ഈ ചാപ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നും എടുത്തെടുത്ത് സ്പെസിഫൈഡ് ആയിട്ട് പഠിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ ഇങ്ങനെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ സംഘമാണ് കേട്ടോ. സെൻട്രൽ സൊസൈറ്റിയാണ്. അപ്പെക്സ് സംഘത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് കൊണ്ട് അല്ലെ അപ്പെക്സ് സംഘം, അതായത് അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കും. അതിൽ നിന്ന് സെൻട്രൽ സംഘത്തിന് അപ്പെക്സ് സംഘം പൈസ കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൈമറി സംഘത്തിന് ഷെയർ മേടിക്കാൻ വേണ്ടിയാണ് സെൻട്രൽ സംഘത്തിന് ഈ അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ക്യാഷ് കൊടുക്കുന്നത്. ആ കിട്ടുന്ന ഫണ്ട് കൊണ്ട് സെൻട്രൽ സംഘം രൂപീകരിക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ if a central society which maintains subsidiary state partnership fund would wound up all monies in the credit shall be transferred to. അപ്പോൾ പറയാണ് ഇങ്ങനെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ സംഘം അവിടെ വൗണ്ട് അപ്പ് ആയി പോയെന്ന് വിചാരിക്കുക. എന്താ അർത്ഥമാക്കുക? സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെൻട്രൽ സംഘം അവിടെ വൗണ്ട് അപ്പ് ആയി പോവുകയാണെങ്കിൽ ആ ഫണ്ട് അങ്ങനെ നമുക്ക് എന്താ പറയുക സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ കിടക്കുന്നിരുന്ന ഫണ്ട്, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിൽ നിന്നും കിട്ടിയ ഫണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പെക്സ് സംഘത്തിൽ നിന്ന് കിട്ടിയ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ സംഘം ഇപ്പൊ തന്നെ മനസ്സിലാക്കുക. സെൻട്രൽ സംഘത്തിന്
ഒരു 5 lakhs rupees ഇതൊരു സെൻട്രൽ സംഘമാണ്. സെൻട്രൽ സംഘത്തിന് അപ്പെക്സ് സംഘം ഒരു 5 ലക്ഷം രൂപ കൊടുത്തു. ഈ 5 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇവർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. ആര് ക്രിയേറ്റ് ചെയ്തു? ഈ സെൻട്രൽ സംഘം ക്രിയേറ്റ് ചെയ്തു. പറയുകയാണ്, ഈ സെൻട്രൽ സംഘം വൗണ്ടപ്പായി പോവുകയാണെങ്കിൽ, സെൻട്രൽ സംഘം വൗണ്ടപ്പായി പോവുകയാണ്, അല്ലെങ്കിൽ സെൻട്രൽ സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ, ഈ അപ്പെക്സ് സംഘത്തിൽ നിന്നും കിട്ടിയ 5 ലക്ഷം രൂപയുണ്ടല്ലോ, ഇത് ആർക്കാണ് ഈ സെൻട്രൽ സംഘം തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം. അപ്പെക്സ് സംഘത്തിൽ നിന്നും കിട്ടിയ പണം ആർക്കാണ് തിരിച്ചു കൊടുക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നു അപ്പെക്സ് സംഘത്തിന് നേരിട്ട് കൊടുക്കണം. ഓപ്ഷൻ ബി പറയുന്നു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കണം. ഓപ്ഷൻ സി പറയുന്നു ഗവൺമെന്റിലേക്ക് കൊടുത്താൽ മതി. ഓപ്ഷൻ ഡി പറയുന്നു ഒന്നെങ്കിൽ അപ്പെക്സ് സംഘം അല്ലെങ്കിൽ ഗവൺമെന്റ്. ഏതാണ് ആൻസർ വരിക? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം അപ്പെക്സ് സംഘം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ത്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇതിൽ നിന്നാണ് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് ക്യാഷ് കൊടുത്തത്. സെൻട്രൽ സംഘം അതുകൊണ്ട് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് രൂപീകരിക്കുന്നു. അപ്പം ഈ സെൻട്രൽ സംഘം ഇങ്ങനെ വൈൻഡപ്പ് ആവുകയാണെങ്കിൽ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് കിട്ടിയ തുകയാണല്ലോ ഇതെന്ന് പറയുക. അപ്പൊ ഈ പൈസ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത പറയാണ് ഡാഷ് ആൾ ബി ദ മാക്സിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ മാക്സിമം എത്രയാണെന്നാണ് ചോദിക്കുക. ഓപ്ഷൻ എ പറയുന്നു 40,000, ഓപ്ഷൻ ബി പറയുന്നു 60,000, ഓപ്ഷൻ സി പറയുന്നു 80,000, ഓപ്ഷൻ ഡി പറയുന്നു 1 ലക്ഷം രൂപ. അപ്പം ഇത് എങ്ങോട്ടാണ് നമുക്ക് തിരിച്ച് നൽകേണ്ടതെന്നാണ് ചോദ്യം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? എത്രയാണ് മാക്സിമം എന്നാണ് ചോദ്യം. അപ്പൊ എത്രയാണ് മാക്സിമം വരുന്നത്? ഇത് വരുന്നത് ഏതാണ്? പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചാപ്റ്റർ 7 ആണെന്ന് ഓർത്ത് വെച്ചിട്ട് അവിടെ സെക്ഷൻ 55 മുതൽ 62 വരെയുണ്ട്. അവിടെ സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഒരു സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ആരാണ് വിഭജിച്ച് നൽകുക എന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, അത് സംഘത്തിന്റെ ജനറൽ ബോഡിയാണ് കേട്ടോ. സംഘത്തിന്റെ ജനറൽ ബോഡിയാണ് ഒരു സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അറ്റ ലാഭം വിഭജിച്ച് നൽകുന്ന ഓർത്ത് വെച്ചേക്കുക. അത് സെക്ഷൻ 56 പ്രകാരമാണ്. അതിൽ 4 സ്റ്റാറ്റ്യൂട്ടറി മസ്റ്റാട്ടോ. എന്ത് സംഭവിച്ചാലും ഈ 4 നമ്മൾ മാറ്റണം, സ്റ്റാറ്റ്യൂട്ടറിയാണ്. അതിൽ ഒന്നാമത് വരുന്നുണ്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ഒരു 4 പറയുന്നുണ്ട്. ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആണ്. അതിൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് 8 പറയുന്നുണ്ട് റിസർവ് ഫണ്ട് വക മാറ്റണം. റിസർവ് ഫണ്ട് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നോട്ട് ലെസ് ദാൻ 15%, 15% കുറയാത്ത ഒരു തുക റിസർവ് ഫണ്ടിലേക്ക് സംഘം വക മാറ്റണം. സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 15% കുറയാത്ത ഒരു തുക എന്ത് ചെയ്യണം? പറഞ്ഞേ, 15% കുറയാത്ത ഒരു തുക നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 15% കുറയാത്ത ഒരു തുക റിസർവ് ഫണ്ടിലേക്ക് വക മാറ്റണം. രണ്ടാമത് പറയാണ്, അതാണ് ഈ സംഭവം. 5% അല്ലേ, നോട്ട് എക്സീഡിങ് 5%, 5%ത്തിൽ അധികരിക്കാത്ത ഒരു തുക കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് വക മാറ്റണം. സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിലേക്ക് വക മാറ്റണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഒരു സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടുന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 5% നമ്മൾ ആദ്യം നോക്കണം. എത്രയാണ് നെറ്റ് പ്രോഫിറ്റിന്റെ എത്ര ശതമാനം നോക്കണം? നെറ്റ് പ്രോഫിറ്റിന്റെ 5% നമ്മൾ ആദ്യം നോക്കണം. എത്ര രൂപയാണ് നെറ്റ് പ്രോഫിറ്റിന്റെ 5% വരിക എന്ന് നോക്കണം. അങ്ങനെ നെറ്റ് പ്രോഫിറ്റിന്റെ 5% എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എൻ്റെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറയാണ്. നെറ്റ് പ്രോഫിറ്റിന്റെ 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ നെറ്റ് പ്രോഫിറ്റിന്റെ 5% കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് എമൗണ്ട് എന്ന് നോക്കണം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? നെറ്റ് പ്രോഫിറ്റിന്റെ 5% കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണെന്ന് നോക്കും, നമുക്കൊരു എമൗണ്ട് കിട്ടും. പറയുകയാണ്. അപ്പൊ അവിടെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ് പറയുന്നുണ്ട്. ഇപ്പൊ 5% നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് 1,500 രൂപയാണെന്ന് ഓർത്ത് വെച്ചത്. നെറ്റ് പ്രോഫിറ്റിന്റെ 5% നമ്മൾ വക മാറ്റുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് 1,500 ആണെങ്കിൽ നമ്മൾ 1,500 അല്ല കൊടുക്കേണ്ടത്, 2,000 കൊടുക്കണം. അതായത് മിനിമം 2,000 പിന്നെ പറഞ്ഞത് മാക്സിമം എത്ര രൂപ വരെ. ഇപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റിന് 5% നോക്കിയപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ വരികയാണ്.
കണ്ടീഷൻ നമ്മൾ കൊടുക്കണോ? നമ്മൾ കണ്ടീഷൻ കൊടുക്കണ്ട. അവിടെ പറയുന്നുണ്ട് മിനിമം 2000 മാക്സിമം എത്രയാണെന്ന് ചോദിച്ചാൽ മാക്സിമം 1 ലക്ഷം രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മാക്സിമം എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. മിനിമം 2000, മാക്സിമം 1 ലക്ഷം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇത് പറയുന്നത് ഇതിന്റെ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസ് ബിയിലാണെങ്കിൽ ഇത് പറയുന്ന റൂള്, ഇതിന്റെ തനത് റൂള് വരുന്നത് റൂള് 53-ലാണെന്ന് ഓർത്ത് വെച്ചു കേട്ടോ. എവിടെയാണ്? റൂള് 53-ലാണ് ഇതിന്റെ തനത് റൂള് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. റൂള് 53-ലാണ് പറയുന്നത് മാക്സിമം. ഈ നമുക്കറിയാം ഇതിന്റെ പ്രവർത്തനവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ റൂളിലാണ് പറയുന്നത്. റൂളിലാണ് പറയുന്നത് മിനിമം എത്രയാണ്? 2000 രൂപ, മാക്സിമം എത്രയാണ്? 1 ലക്ഷം രൂപ എന്ന് ഇതിന്റെ റൂളിൽ പറയുന്നു എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിൽ 2-3 ക്വസ്റ്റ്യൻസേ പറഞ്ഞുള്ളൂ. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻസുകളെ അപ്രോച്ച് ചെയ്യാൻ. ബാക്കി അടുത്ത സീരീസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം ഇന്ന് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് സൈറ്റിൽ വരും. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനും വേണ്ടി നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക? നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് നല്ല രീതിയിൽ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് സുഖമായിട്ട് വിജയിച്ച് കയറാം. ഒരു പ്രശ്നമില്ല. അടുത്ത പരീക്ഷ ആകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വിജയിച്ച് മുൻപോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.